ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓണം എക്സാമിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് 6 ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്ററാണ് എക്സാമിനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ആരും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് എക്സാമിന് പോകരുത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും തന്നെയായിരിക്കും ചോദിക്കുക. പിന്നെ എല്ലാവരോടും പറയുന്ന പോലെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിക്ക് വായിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പോയിൻറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചിട്ടുമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു ഫുഡ് ചാർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് റൈസ് ഓർ വീറ്റ് ആണ്, 60% ആണ്. സെക്കൻഡ് ഫിഷ് ഓർ മീറ്റ് ആണ്, അത് 20% ആണ്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് 10% ആണ്. മിൽക്ക് ഓർ മിൽക്ക് പ്രൊഡക്ട്സ് 5% ആണ്. അതേഴ്സ് 5% ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല രീതിക്ക് അനലൈസ് ചെയ്താൽ നമ്മൾ ആ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഫുഡ് ഐറ്റം ഈസ് ഇൻക്ലൂഡഡ് ഇൻ മോസ്റ്റ് ഇൻ ദ ഡയറ്റ്. ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റം ഏതാണ്? ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് റൈസ് ഓർ വീറ്റ് 60%. ഓക്കെ, ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫുഡ് ഐറ്റംസ് ആർ അപ്രോപ്രിയേറ്റ് വൈ? ആണോ? എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് അല്ല, പ്രൊപ്പോർഷൻസ് എല്ലാം അപ്രോപ്രിയേറ്റ് ആണോ, ഈക്വൽ ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത്? അല്ലാതെ വ്യത്യാസമാണല്ലേ. റൈസിൻ്റെ അല്ല ഫിഷിന് വന്നിട്ടുള്ളത്, അതല്ല ഫ്രൂട്ട്സിന് വന്നിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് നോ, ദ പ്രൊപ്പോർഷൻസ് ഓഫ് ദ ഫുഡ് ഐറ്റംസ് ആർ നോട്ട് അപ്രോപ്രിയേറ്റ്. ദ ചാർട്ട് ഷോസ് എ വെരി ഹൈ പ്രൊപ്പോർഷൻ ഓഫ് റൈസ് ഓർ വീറ്റ് 60% ആൻഡ് മീറ്റ് 20%, while fruits and vegetables 10%, milk products 5% and others 5% are significantly lower. A balanced diet should include a higher proportion of fruits, vegetables and milk products for essential vitamins, minerals and calcium, and a more moderate intake of grains and meat. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് വാട്ട് ആർ ദ മെയിൻ ചേഞ്ചസ് ദാറ്റ് ഷുഡ് ബി മെയ്ഡ് ടു ദ ഫാമിലീസ് ഫുഡ് ഹാബിറ്റ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അത്ര അങ്ങോട്ട് ഹെൽത്തി അല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ മെയിൻ ചേഞ്ച് ഷുഡ് ഇൻക്ലൂഡ് ഈസ് ഇൻക്രീസിങ് ദ ഇൻടേക്ക് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസിങ് ദ എക്സസീവ് കൺസപ്ഷൻ ഓഫ് റൈസ് ഓർ മീറ്റ്. അതായത് നമുക്ക് റൈസ് ഓർ വീറ്റ് അല്ലെങ്കിൽ മീറ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻടേക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഈ ഒരു ചാർട്ടിൽ റൈസ് എന്താ ചെയ്തിട്ടുള്ളത്, കൂടുതലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇൻക്രീസ് ദ ഇൻടേക്ക് ഓഫ് മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ ഇൻടേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൂട്ടാൻ പറ്റും. ആ ഒരു 3 കാര്യങ്ങൾ നമുക്കതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും കേട്ടോ. അടുത്തത് നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് 1A അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 1B നമുക്ക് അറ്റൻഡ് ചെയ്യാം. ലുക്ക് അറ്റ് ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് 3 ചിൽഡ്രൻസ് ആൻഡ് ദ ഡിഫിക്കൽട്ടീസ് ദേ ഹാവ്. അപ്പോൾ 3 ചിൽഡ്രൻസും അവർക്കുള്ള അസുഖങ്ങളും അവർ കഴിക്കുന്ന ഫുഡ്സും ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് അനു ആണ്. അനുവിന് വന്നിട്ടുള്ളത് കോൺസ്റ്റിപ്പേഷൻ ഓർ സ്റ്റൊമക്ക് ഏക്ക് ആണ്. അനുവിന് വന്നിട്ടുള്ളത് കോൺസ്റ്റിപ്പേഷനും അല്ലെങ്കിൽ വയറുവേദനയാണ് വന്നിട്ടുള്ളത്. അവൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഈറ്റ് റൈസ്, ഫിഷ്, മീറ്റ്, എഗ്, മിൽക്ക് എക്സെട്ര. റൈസും ഫിഷും മീറ്റും എഗ്ഗും മിൽക്കും ആണ് അവൾ കഴിക്കുന്നത്. അടുത്തത് ബിനു ആണ്. ഒബീസിറ്റിയും സ്റ്റൊമക്ക് കേക്കും ആണ് അവനുള്ളത്, പൊണ്ണത്തടിയും അതുപോലെ തന്നെ വയറുവേദനയും. അവൻ കഴിക്കുന്ന ഫുഡ് ഈറ്റ്സ് ഫ്രൈഡ് ഐറ്റംസ് എ ലോട്ട്, മീറ്റ്, എഗ്, മിൽക്ക് എക്സെട്ര. തേർഡ് വന്നിട്ട് ദീപയാണ്. ദീപയ്ക്കുള്ളത് കോൺസ്റ്റിപ്പേഷനും ഇൻഫെക്ഷനും ആണ്. അവൾ ലെസ് ഇൻടേക്ക് ഓഫ് വാട്ടർ, ഡസൻറ്റ് ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. അവൾ കുറച്ച് വെള്ളം കുടിക്കുന്നുള്ളൂ. അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നേ ഇല്ല. അപ്പോൾ ഈ 3 പേരുടെ സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഫുഡ് ഐറ്റംസ് വാസ് മിസ്സിംഗ് ഫ്രം ഓൾ ദ 3 ചിൽഡ്രൻസ് ഡയറ്റ്. ഈ 3 ചിൽഡ്രൻസിൻ്റെയും ഏത് ഫുഡ് ഐറ്റംസ് ആണ് മിസ്സായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റും അല്ലേ?
നമുക്ക് 3 പേരിൽ നിന്നും ഏതാണ് മിസ്സായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 3 പേരിൽ നിന്നും നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് 3 പേരിലും ഇല്ലാത്തത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് were missing from all 3 children's diet. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് അഡ്വൈസ് ഷുഡ് ബി ഗിവൺ ടു ബിനൂസ് ടു ഇംപ്രൂവ് ഹിസ് ഫുഡ് ഐറ്റം, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ അഡ്വൈസ്. അപ്പോൾ ബിനുവിന് അവൻ്റെ ഫുഡ് ഐറ്റംസിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്താൻ നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ അഡ്വൈസ് കൊടുത്തതെന്നും കൂടി പറയണം. ഓക്കെ, ബിനു ഷുഡ് ബി അഡ്വൈസ്ഡ് ടു സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ഹിസ് ഇൻടേക്ക് ഓഫ് ഫ്രൈഡ് ഐറ്റംസ് ആൻഡ് ഇൻകോപ്പറേറ്റ് മോർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് whole grains into his diet. The reason for this advice is that excessive consumption of fried food contributes to obesity and stomachache as mentioned in his difficulties. A balanced diet rich in fiber from fruits, vegetables and whole grains will help manage weight and improve digestion. അതായത് അപ്പം ബിനുവിന് നമ്മൾ ഈ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ആണ് അവൻ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, പകരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, അതേപോലെ നല്ലപോലെ വാട്ടറും കുടിക്കുക. ഇതാണ് നമുക്ക് അവൻ്റെ ഒബീസിറ്റി. അപ്പോൾ ഇതോടുകൂടി അവൻ്റെ ഒബീസിറ്റിയും ഇല്ലാണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അഡ്വൈസ് ആണ് ബിനുവിന് കൊടുക്കാൻ പറ്റുക. അടുത്തത് എക്സ്പ്ലെയിൻ വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദീപാസ് ഫുഡ് ഹാബിറ്റ്. ദീപയുടെ ഫുഡ് ഹാബിറ്റ്സിൽ നമുക്ക് എന്തെല്ലാം ചേഞ്ച് വരുത്താം? ദീപയ്ക്ക് കോൺസ്റ്റിപ്പേഷനും ഇൻഫെക്ഷനും ആണുള്ളത്, കാരണം അവൾ അധികം വെള്ളം കുടിക്കുന്നുമില്ല, ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കുന്നില്ല. അപ്പം നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ പറയാൻ പറ്റും, അതേപോലെ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാൻ പറയാനും പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ചസ് അവളെ ഡയറ്റിൽ വരുത്താം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ദീപ ഷുഡ് ഇൻക്രീസ് ഹെർ വാട്ടർ ഇൻടേക്ക് ആൻഡ് സ്റ്റാർട്ട് കൺസ്യൂമിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് റെഗുലർലി. ദ ടെക്സ്റ്റ് എക്സ്പ്ലിസിറ്റ് ദ സ്റ്റേറ്റ് ഹെർ ഡിഫിക്കൽട്ടീസ് ആർ കോൺസ്റ്റിപ്പേഷൻ, ഇൻഫെക്ഷൻ ആൻഡ് ഹെർ ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ലെസ് ഇൻടേക്ക് ഓഫ് വാട്ടർ, ഡസൻറ്റ് ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇൻക്രീസിംഗ് വാട്ടർ ഇൻടേക്ക് വിൽ ഹെൽപ്പ് elevate constipation and improve overall bodily functions, while adding fruits and vegetables will provide essential fiber, vitamins and minerals to prevent constipation and boost immunity against infection. അപ്പോൾ അവൾ ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കുകയാണെങ്കിൽ അവൾക്ക് ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും അവൾക്ക് കിട്ടും. അപ്പോൾ അതോടെ തന്നെ അവൾക്ക് കോൺസ്റ്റിപ്പേഷൻ മാറും, അവൾക്ക് ആവശ്യമുള്ള ഇമ്മ്യൂണിറ്റിയും കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ബോക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, അത് റീകൺസ്ട്രക്ട് ചെയ്യാം, കാരണം ബോക്സിൽ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ നിങ്ങളോട് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് വരിക നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, അത് ഫുഡ് ടു ഈറ്റ് വരിക ഫിഷും ക്യാരറ്റും ആണ്. സെക്കൻഡ് വൺ വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ഡിസീസ് വരിക സ്കർവി ആണ്, ഫുഡ് ടു ഈറ്റ് ഗൂസ്ബെറിയും ലെമനാണ്. തേർഡ് വൺ വൈറ്റമിൻ സി ആണ്, ഡെഫിഷ്യൻസി ഡിസീസ് വരിക മൗത്ത് അൾസർ ആണ്, ഫുഡ് ടു ഈറ്റ് ബ്രൗൺ റൈസും സ്പിനച്ചും ആണ് കേട്ടോ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് വൺ സിംറ്റം ഓഫ് ഡെഫിഷ്യൻസി ഡിസീസ് സ്കർവി. സ്കർവിയുടെ ഒരു സിംറ്റം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമുക്ക് പറയാം? ബ്ലീഡിങ് ഗംസ് ആണ് അതിൻ്റെ സിംറ്റം അല്ലേ. അപ്പോൾ ഒരു സിംറ്റം ബ്ലീഡിങ് ഗംസ് നമുക്ക് എഴുതാം. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൻ്റെ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് വായിക്കുമ്പോൾ പറയും അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് വരുന്നത്, ബാക്കിയൊക്കെ റോങ് ആണ് കേട്ടോ. നൈറ്റ് ബ്ലൈൻഡ്നെസ് അതായത് എ ആണ് കറക്റ്റ്, ബാക്കി മൂന്നും വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ കനോട്ട് സീ അറ്റ് നൈറ്റ്, അതാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ തേർഡ് എ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് അയൺ ഫില്ലിങ്സ് ആർ സ്പ്രിങ്കിൾഡ് ഓൺ എ ബാർ മാഗ്നറ്റ്. അയൺ ഫില്ലിങ്സ് എല്ലാം ഒരു ബാർ മാഗ്നറ്റുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ രണ്ടറ്റത്തും കൂടിയിട്ട് നമ്മുടെ ഈ അയൺ ഫില്ലിങ്സ് അറേഞ്ച് ചെയ്യും, ഒരു പ്രോപ്പർ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വെൻ അയൺ ഫില്ലിങ്സ് ആർ സ്പ്രിങ്കിൾഡ് ഓൺ എ ബാർ മാഗ്നറ്റ് they align themselves along the magnetic field lines, forming a distinct pattern that reveals the shape of the magnetic field around the magnet. The filling will be concentrated more densely at the poles of the magnet where the magnet field is strongest. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പോൾസിൻ്റെ ഭാഗത്തായിരിക്കും അട്രാക്ട് ചെയ്തിരിക്കുക, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ചോദിച്ചിട്ടുള്ളത് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, എയും ബിയും മാഗ്നറ്റ്സ്. അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്.
ദ ഒബ്ജക്റ്റ് എ അട്രാക്ട്സ് എ ബാർ മാഗ്നറ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് എ ഒരു ബാർ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ദ ഒബ്ജക്റ്റ് ബി ഈസ് റിപ്പൽഡ് ബൈ വിത്ത് എ മാഗ്നറ്റ്. ഒബ്ജക്റ്റ് ബി എന്താ ചെയ്യുന്നത്, ഒരു മാഗ്നറ്റായിട്ട് റിപ്പൽ ചെയ്യാണ്. അതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്, ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്, എ ബി സി ഡിയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ക്യാൻ ബി മാഗ്നറ്റ്, എ മാഗ്നറ്റ് ആവാം, അതുകൊണ്ടാണല്ലോ ഒബ്ജക്റ്റ് എ ആ മാഗ്നറ്റിനാണല്ലോ മാഗ്നറ്റ് സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക. ബി ക്യാൻ ബി മാഗ്നറ്റ്, ബി മാഗ്നറ്റ് ആവോ, ഇല്ല, കാരണം ബിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു മാഗ്നറ്റ് അടുത്ത് വരുമ്പോൾ ബി റിപ്പൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും മാഗ്നറ്റ് സബ്സ്റ്റൻസ് അല്ല, അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ് കേട്ടോ. ആൻസർ വരുന്നത് ബി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ കൊടുത്തിട്ടുണ്ട് 1ഉം 2ഉം. ഒരു മാഗ്നറ്റിൻ്റെ പിക്ചറാണ്. ടെക്സ്റ്റ് ബുക്കിൽ പല ടൈപ്പ് മാഗ്നറ്റും അതിൻ്റെ ഫിഗറും പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സാമിന് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ പിക്ചർ 1 വന്നിട്ട് വരുന്നത് ഡിസ്ക് മാഗ്നറ്റ് ആണ്. പിക്ചർ 2 ഏതാണ് വരുന്നത്, ഹോഷു മാഗ്നറ്റ് ആണ് കേട്ടോ. 3B അറ്റൻഡ് ചെയ്യാം. നമുക്ക് 3Bയിൽ ഒരു റെഫ്രിജറേറ്റർ, നമ്മുടെ ഫ്രിഡ്ജ് തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ, ആ ഒരു പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി. റൈറ്റ് ദ സിറ്റുവേഷൻ വേർ മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ ആണ്. ഇവിടെ എവിടെയാണ് മാഗ്നറ്റ് യൂസ് ചെയ്യുക, ഡോറിൻ്റെ അറ്റത്താണ്. നമ്മൾ ആ ഡോർ അടയ്ക്കുന്ന ആ ഭാഗത്താണ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവുക, കാരണം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് എന്താണ് ആ സിറ്റുവേഷൻ, അത് അങ്ങനെ യൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. So magnet are used in the refrigerator door seal to create an airtight closure, keeping the cold air inside and preventing spoilage of food. അപ്പം നമ്മൾ ഡോർ അടച്ചിട്ട് കറക്റ്റായിട്ട് എയർ ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി, എന്തിനാണ് നമ്മൾ ഡോർ അടയ്ക്കുന്നത്, എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. കൂളിംഗ് ഒക്കെ ഫുഡ് ഐറ്റംസിന് കറക്റ്റായിട്ട് കിട്ടും. തുറന്നിട്ട് കഴിഞ്ഞാൽ കൂളിംഗ് എല്ലാം പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത റൈറ്റ് അനദർ സിറ്റുവേഷൻ ഇൻ ഡെയിലി ലൈഫ് വേർ മാഗ്നറ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന ഭാഗമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. Magnets are used in speakers and headphones to convert electrical signals into sound waves. നമ്മൾ സ്പീക്കേഴ്സിലും ഹെഡ്ഫോൺസിലുമാണ് മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നത് ഡെയിലി ലൈഫിൽ. തേർഡ് വൺ കൊടുത്തിട്ടുള്ളത് ഒരു ബോക്സ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് വൺ മാഗ്നറ്റിക് ബാർ, അതിൻ്റെ ഫിഗർ ആണോ, അല്ല, അതല്ല, മാഗ്നറ്റിക് നീഡിലിൻ്റെ ഫിഗറാണ് ആക്ച്വലി അത് വരിക അല്ലേ. സോ അത് കറക്റ്റ് അല്ല. സെക്കൻഡ് വൺ മാഗ്നറ്റിക് നീഡിലാണ്, അത് ഡിസ്കിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്, അതുമല്ല, റിങ്ങിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്, അതല്ല. മാഗ്നറ്റിക് റിങ് കറക്റ്റ് ആയിട്ടില്ല. ഫോർത്ത് വൺ മാഗ്നറ്റിക് ഡിസ്ക്, അതാണ് കറക്റ്റ്, അത് മാഗ്നറ്റിക് ഡിസ്കിൻ്റെ നേരെ ഡിസ്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫോർത്ത് വൺ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് ഒരു ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഡി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. Design a device system that helps solve a problem by solving the properties of magnets or an electromagnet. Draw a picture of it and explain the use. അപ്പോൾ ഒരു ഡിസൈൻ ചെയ്യണം ഒരു സിസ്റ്റം, അതിൻ്റെ ഹിൻറ്റ് തന്നിട്ടുണ്ട്. ടു സെപ്പറേറ്റ് മെറ്റൽ ഒബ്ജക്റ്റ് ഫ്രം ഗാർബേജ് ഓർ വാട്ടർ ബോഡീസ്. അപ്പോൾ ഈ ഗാർബേജ് വേസ്റ്റിൽ നിന്ന് മെറ്റൽ ഒബ്ജക്ട്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള മാഗ്നറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കണം. സോ ഡിവൈസിൻ്റെ പേര് വരുന്നത് മാഗ്നറ്റിക് ക്രെയിൻ ഓർ എ മാഗ്നറ്റിക് സെപ്പറേറ്റർ ആണ്. അപ്പോൾ ഇതിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതിലൊരു മാഗ്നറ്റ്, നിങ്ങൾ ചിത്രം വരയ്ക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രെയിൻ വരയ്ക്കുക, അതിലൊരു മാഗ്നറ്റ് അറ്റാച്ച് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെറ്റൽ സബ്സ്റ്റൻസിനൊക്കെ വേസ്റ്റസിലുള്ള മെറ്റൽ സബ്സ്റ്റൻസിനെ ഈ ക്രെയിൻ വന്നിട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഡിസൈൻ ചെയ്യാനും അതിൻ്റെ പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. എ ലാർജ് പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റ് ക്യാൻ ബി സസ്പെൻഡഡ് ഓവർ എ കൺവെയർ ബെൽറ്റ് ക്യാരിയിങ് ഗാർബേജ് ഓർ മൂവ്ഡ് ത്രൂ വാട്ടർ ബോഡീസ്. വെൻ ആക്ടിവേറ്റഡ് ദ ഇലക്ട്രോമാഗ്നറ്റ് അട്രാക്ട് ദ ലിഫ്റ്റ് ഫെറസ് മെറ്റൽസ് അവേ ഫ്രം ദ നോൺ മാഗ്നറ്റിക് വേസ്റ്റ് ഇഫക്റ്റീവ്ലി സെപ്പറേറ്റിംഗ് ദം. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യം തന്നെ, വേസ്റ്റസ് നിന്ന് മെറ്റൽസിനെ ഈസി ആയിട്ട് അത് അട്രാക്ട് ചെയ്തിട്ട് മാറ്റും. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ആർ ദ മെറ്റീരിയൽസ് ടു യൂസ് ടു മേക്ക് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ. ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, സോഫ്റ്റ് അയൺ കോർ വേണം, ഇൻസുലേറ്റഡ് കോപ്പർ വയർ വേണം, ബാറ്ററി വേണം, അതായത് പവർ സോഴ്സ് എന്ന് നമുക്ക് പറയാം കോമൺ ആയിട്ട്. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ദ ഇലക്ട്രോമാഗ്നറ്റ് മെയ്ഡ് ബൈ അനു ക്യാൻ ലിഫ്റ്റ് ഓൺലി എ നീഡിൽ. റൈറ്റ് വൺ സജഷൻ ടു ഇംപ്രൂവ് ദ പവർ ഓഫ് ദ മാഗ്നറ്റ്. അപ്പോൾ അനു ഉണ്ടാക്കിയ ഇലക്ട്രോമാഗ്നറ്റിന് ഒരു നീഡിലിനെ മാത്രം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു
മാഗ്നറ്റിൻ്റെ പവർ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഓഫ് ദ ഇൻസുലേറ്റഡ് കോപ്പർ വയർ അറൗണ്ട് ദ സോഫ്റ്റ് അയൺ കോർ. അപ്പോൾ നമ്പർ ഓഫ് കോയിൽസിൻ്റെ ടേൺസ് കൂട്ടിക്കൊടുക്കാം കോയിൽസിൻ്റെ, അതാണ് നമുക്ക് അവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ഇലക്ട്രോമാഗ്നറ്റ് മെയ്ഡ് ബൈ വിനൂസ് ഗ്രൂപ്പ് ഈസ് നോട്ട് വർക്കിംഗ്. വിനു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 റീസൺ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റീസൺ ഇംപ്രോപ്പർ ഇൻസുലേഷൻ ഓർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം. ഓക്കെ. സെക്കൻഡ് റീസൺ പറയുന്നത് ഇൻകറക്റ്റ് വൈൻഡിങ് ഓർ കണക്ഷൻ ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 2 റീസണ് നമുക്ക് പറയാം കേട്ടോ. 5th ക്വസ്റ്റ്യൻ നമ്മളോട് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് അടയാളപ്പെടുത്താനാണ്. എ വരുന്നത് സ്റ്റേണമാണ്, ബി വരുന്നത് റിപ്സമാണ്. അതിന് കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടിയും, അതിൽ എ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ മേജർ ഫംഗ്ഷൻ ഓഫ് ദീസ് ബോൺസ്? ഈ മേജർ ഫംഗ്ഷൻ എന്താ ഈ ബോൺസിൻ്റെ? ടു പ്രൊട്ടക്ട് ദ ഹേർട്ട് ആൻഡ് ലങ്സ്, ഹേർട്ടിനെയും ലങ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അടുത്തത് റൈറ്റ് 2 ഫങ്ഷൻസ് ഓഫ് ദ ഹ്യൂമൻ സ്കെൽട്ടൺ. ഹ്യൂമൻ സ്കെൽട്ടൻ്റെ 2 ഫങ്ഷൻസ് പറയാൻ, ഒന്ന് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഓർഗൻസ് ആണ്, സെക്കൻഡ് വൺ ഹെൽപ്സ് ഇൻ മൂവ്മെൻറ്റ്. ഈ 2 ഫങ്ഷൻസ് പറയാം കേട്ടോ. വേറെ കുറേ ഫങ്ഷൻസ് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, 2 എണ്ണം ചോദിച്ചുകൊണ്ടാണ് 2 എണ്ണം പറഞ്ഞത്. ഓക്കെ. അടിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു റീസണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കാം. ദ സ്കെൽട്ടൺ ഓഫ് ബേർഡ്സ് ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ്. അത് കറക്റ്റ് ആണ് അല്ലേ. ബേർഡ്സിൻ്റെ സ്കെൽട്ടൺ അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. സെക്കൻഡ് ചോദിച്ചിട്ടുള്ളത് സ്കെൽട്ടൺ ഓഫ് ദ ബേർഡ്സ് ഈസ് ഇൻകംപ്ലീറ്റ്. ബേർഡ്സിൻ്റെ സ്കെൽട്ടൺ ഇൻകംപ്ലീറ്റ് ആണെന്ന്. അത് കറക്റ്റ് ആണോ? അല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് ഇൻകറക്റ്റ്, അതാണ് വരിക കേട്ടോ. ഓക്കെ. അടുത്തത് 6th ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ചിൽഡ്രൻസ് ആർ മേക്കിംഗ് സം മോഡൽ വിത്ത് ക്ലേ, ദേ മേ യൂസ് വേരിയസ് ജോയിൻറ്റ്സ്. അപ്പോൾ ക്ലേ ഉപയോഗിച്ചിട്ട് കുറേ മോഡൽസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ ജോയിൻസിൻ്റെ യൂസസ് അവിടെ എഴുതാനാണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്. മിക്സിങ് ദ ക്ലേ വിത്ത് ഫീറ്റ്. ക്ലേയും ഫീറ്റ് കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഏതൊക്കെ ജോയിൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്? ആംഗിള്, നീ, ഹിപ്പ്, ഈ 3 എണ്ണമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ബ്രിങ്ങിങ് ദ ക്ലേ ടു ദ ടേബിൾ. ക്ലേ ടേബിളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? എൽബോ, ഷോൾഡർ, റിസ്റ്റ്, ഫിംഗേഴ്സ്. തേർഡ് വൺ മേക്കിംഗ് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? ഫിംഗേഴ്സ്, റിസ്റ്റ്, എൽബോ, ഷോൾഡർ. ഇതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കറക്റ്റായിട്ടല്ല കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് എഴുതുമ്പോൾ ഏത് ഓപ്ഷനാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പിവറ്റ് ജോയിൻ്റ് ആണ്. അതിൻ്റെ എന്താ വരിക? നെക്കാ വരിക. അതിൻ്റെ പോയിന്റ് ഏതാ വരിക? 3rd പോയിന്റ് വരിക. എ ബോൺ ദാറ്റ് മൂവ്സ് ഫോർവേഡ്, ബാക്ക്വേർഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ. അതാണ് അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. ഓക്കെ. പിവറ്റ് ജോയിൻ്റ് അതാണ് വരുന്നത്. അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അതിൻ്റെ ഏതാ വരിക? ഷോൾഡർ ആണ് വരിക. അപ്പോൾ അതിന് 2nd പോയിന്റ് മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, എല്ലാ സൈഡിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഹിഞ്ച് ജോയിൻ്റ് ഏതാ വരിക? നീയ വരിക. ക്യാൻ ബി മൂവ് ഓൺലി ഇൻ 1 ഡയറക്ഷൻ. നമ്മൾ കറക്റ്റായിട്ട് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പിവറ്റ് ജോയിൻ്റെയും ബോൾ സോക്കറ്റ് ജോയിൻ്റെയും ഹിഞ്ച് ജോയിൻ്റെയും കേട്ടോ. അപ്പോൾ അത് പഠിച്ച കുട്ടിക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത് ഹൗ ക്യാൻ യു കൺസ്ട്രക്ട് എ മോഡൽ ദാറ്റ് വുഡ് ഹെൽപ്പ് ടു എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് എ ഹിഞ്ച് ജോയിൻ്റ്. അപ്പോൾ ഹിഞ്ച് ജോയിൻ്റെ ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് എടുക്കുമ്പോൾ ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ നിങ്ങൾ വരയ്ക്കുക കേട്ടോ, ടെക്സ്റ്റ് വായിക്കുക. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടേക്ക് 2 റെക്റ്റാങ്കുലർ പീസസ് ഓർ കാർഡ്ബോർഡ് ഓർ വുഡ്. ഏതെങ്കിലും 2 റെക്റ്റാങ്കുലർ പീസസ് ഏതിൽ നിന്ന്? കാർഡ്ബോർഡിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ വുഡിൽ നിന്ന് എടുക്കാം. അറ്റാച്ച് എ സ്മോൾ ഡോർ ഹിഞ്ച് ടു വൺ എൻഡ് ഓഫ് ബോത്ത് പീസസ് allowing them to swing open and closed in a single plane similar to how a door opens and closes. ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നത് പോലെയും അവിടെ ഒരു ഹിഞ്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. തേർഡ് പോയിന്റ് വരുന്നത് ലേബൽ 1 piece as thigh bone and other piece as shin bone to represents the bones in a leg and the hinge as the hinge joint. അതായത് നമ്മൾ ഒരു ഭാഗം എന്താക്കുക? തൈ ബോൺ ആയിട്ടും മറ്റേത് ഷൈൻ ബോൺ ആയിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. നടുവിലൊരു ഹിഞ്ച് വെച്ചിട്ടില്ലേ, അതാണ് നമ്മുടെ ഹിഞ്ച് ജോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇതൊരു കറക്റ്റായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറും കൂടി നിങ്ങൾ വരച്ചു കൊടുക്കുക. ഓക്കെ.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കേട്ടോ. താങ്ക്